പക്ഷെ വണ്ടി കയറി നിന്നിട്ട് കൈയൊക്കെ പൊക്കി ടാറ്റ ഒക്കെ കാണിച്ച് എത്ര ഒരുപാട് ജനങ്ങൾ കൂടി നമ്മൾ റോബിനും ജയ്സാറും ഒക്കെ വന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ കൂടി നിന്നിരുന്നു. നമുക്കെല്ലാം ശ്രദ്ധിച്ചു കാണും. എല്ലാവരും അങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഫാൻസ് ആയിപ്പോയി എന്നൊക്കെ ഉള്ള ഒരു തോന്നല് ആ ജിഷിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ തോന്നല് മാത്രമാണ്. അതുപോലെ തന്നെ അനുമോൾക്കെതിരെ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളലോടെ തള്ളല. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഈ ഫാമിലി വീക്ക് കൊണ്ട് ഉപകാരം ഉണ്ടാകുന്ന ഒരൊറ്റ ഒരാളെ ഉള്ളൂ. PR ഉള്ളൂ എന്ന് പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിലെന്തോ ഗൂഢ ലക്ഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്തായാലും ഇപ്പോൾ ഫാമിലി വീക്ക് നടക്കുകയാണ്. ഫാമിലി വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എല്ലാ സീസണിലും കണ്ടിട്ടുണ്ട്. ഫാമിലി വരും, കുറച്ച് സമയം അവിടെയുള്ള കണ്ടസ്റ്റൻസുമായിട്ട് ചെലവഴിച്ചതിന് ശേഷം അത്യാവശ്യം ചെറിയ ചെറിയ ക്ലൂസ് ഒക്കെ കൊടുത്തിട്ട് അവർ പോകും. ഇതാണ് ഫാമിലി വീക്കിൽ നടക്കുന്നത്. ഇപ്പൊ ഇല്ല ക്ലൂസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അതൊന്നുമല്ല, ക്ലൂസ് കൊടുക്കാറുണ്ട്. കഴിഞ്ഞു പോയ സീസണുകളിലൊക്കെ നമ്മൾ ഈ ഫാമിലി വീക്ക് കണ്ടിട്ടുണ്ട്. ക്ലൂ അത്യാവശ്യം മിക്ക ആൾക്കാർക്കും കിട്ടുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ഈ ഫാമിലി വീക്ക് കൊണ്ട് ഉപകാരമുണ്ടാകുന്ന ഒരൊറ്റ ഒരാളെ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മൊത്തവും കാണാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ ഇത് മൊത്തവും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എനിക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാമിലി വീക്ക് കൊണ്ട് ഒരാൾക്ക് മാത്രമേ ഉപകാരം ഉണ്ടാകുന്നുള്ളൂ. ശരിക്കും ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നത് ബിന്നിക്കാണ്. എന്ന് വെച്ചാൽ ബിന്നിയുടെ ഹസ്ബൻഡിന് 3 ദിവസം ബിന്നിയോടൊപ്പം കഴിയാം. അവിടെ വരുന്ന ഫാമിലിയിലുള്ളവർ ഏത് രീതിയിലായിക്കോട്ടെ കണ്ടസ്റ്റൻസിന് ക്ലൂ കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കയറുന്നവർ വൈകിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും അവർ അത്യാവശ്യം ആ സമയത്തിനിടയിൽ തന്നെ ക്ലൂ കൊടുക്കാറുണ്ട്. ഈ 3 ദിവസം നിൽക്കുന്ന ബിന്നിയുടെ ഹസ്ബൻഡ് എത്രമാത്രം ക്ലൂ കൊടുക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ വെളിയിൽ ഇറങ്ങി വന്ന ജിഷിൻ പറയുന്നുണ്ട് PR വർക്കുകളാണ്, എല്ലാം PR വർക്കുകളാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലായത് യഥാർത്ഥ PR വർക്ക് എന്ന് പറയുന്ന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് തന്നെയാണ്. കാരണം ഈ പറയുന്ന ബിന്നിയുടെ ഹസ്ബൻഡ് 3 ദിവസം അവിടെ നിൽക്കുമ്പോൾ അവിടെ ബിന്നിക്ക് ക്ലൂ കൊടുക്കില്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു 2 മണിക്കൂർ വന്ന് നിൽക്കുന്ന ഫാമിലി ആണെങ്കിലും അതിനിടയ്ക്ക് 4 ക്ലൂ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം 3 ദിവസം നിൽക്കുന്ന ബിന്നിയുടെ ഹസ്ബൻഡ് അവിടെ എത്ര ക്ലൂ കൊടുക്കാൻ ചാൻസ് ഉണ്ട്? വെളിയിൽ നടക്കുന്ന മിക്ക കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് രാത്രി കിടക്കാൻ നേരത്തൊക്കെ മൈക്ക് വെച്ചോണ്ടല്ലോ കിടക്കുന്നത്. അതിനിടയ്ക്ക് സംസാരിച്ചാൽ പോലും അറിയത്തില്ല എത്ര എന്ന് പറഞ്ഞാലും. അത് കിട്ടേണ്ട രീതിയിലൊക്കെ അത് ബിന്നിക്ക് കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനിയുള്ള ബിന്നിയുടെ കളികൾ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ യഥാർത്ഥ PR വർക്ക് ആരാണ് നടത്തുന്നത്? ഇത് ആർക്കെതിരെയാണ് നടത്തുന്നത്? അവിടെ 3-4 കണ്ടസ്റ്റൻസ് ഉണ്ട്, എന്നുവെച്ചാൽ മുന്നോട്ട് വന്നു നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരെ എങ്ങനെയെങ്കിലും താഴോട്ടൊന്ന് ആക്കണം. അപ്പം ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് ഗെയിം പറഞ്ഞു കൊടുത്താലല്ലേ അവർ അതിനനുസരിച്ച് കളിക്കും. അപ്പം ജനങ്ങളുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കി എടുക്കണമല്ലോ. അതിനുള്ള ഒരു നടപടിയായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ജിഷിൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഷാനവാസിനെതിരെ എൻ്റെ അടുത്ത് ഭയങ്കരമായ തെളിവുകളുണ്ട്, ഞാൻ അങ്ങ് നിരത്തി അങ്ങ് പൊളിച്ചു കളയും എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അനുമോൾക്കെതിരെ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളലോടെ തള്ളല. ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ ക്യാപ്റ്റൻ രാജു ഒരു സിനിമയ്ക്കകത്ത് ഇത് ട്രാൻസിസ്റ്റർ ബോംബ്, ഇത് മലപ്പുറം കത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലയോ? അതുപോലെയാണ്. എന്താ വെച്ചാൽ ഇവർ ഈ PR വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടിടത്തോളം, ജിഷിനാണെങ്കിലും ജിഷിന്റെ വൈഫാണെങ്കിലും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കത് കേട്ടപ്പോൾ മനസ്സിലായത്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും സ്റ്റോറി ഇടാറുണ്ട്. ഓരോരോ കണ്ടസ്റ്റൻസിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാട്ടിട്ട് മ്യൂസിക് ഇട്ട് ഒക്കെ ഇടാറുണ്ട്. അതൊരു PR വർക്കായിട്ടാണ് അവർ പറയുന്നത്. PR ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് PR വർക്ക് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. PR വർക്ക് ഈ പറയുന്ന A to Z കണ്ടസ്റ്റൻസിനും ഉണ്ട്. പിന്നെ ചിലർക്ക് PR വർക്കുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അവരുടെ കളികൾ ഇഷ്ടപ്പെട്ട് അവര് PR വർക്കുകൾ ചെയ്യുന്നവരുണ്ട്. അത് PR എന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ ആരാധന തോന്നിയിട്ട് അല്ലെങ്കിൽ അവരോട് ആ കളി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒന്നാമത്തെ സീസൺ മുതലേ ഉണ്ട്. ജയ്സാറിന്റെ സീസൺ മുതലാണ് വാട്സപ്പ് ഗ്രൂപ്പുകൾ കൂടുതലും ആക്റ്റീവായി തുടങ്ങിയത്. അപ്പൊ ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇപ്പോൾ 1000 പേരിനടുത്ത് ചേർക്കാൻ പറ്റും. അപ്പം നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100, 150, 200 അങ്ങനെ ആയിരുന്നു അതിന്റെ ഒരു ലെവൽ പൊക്കിക്കൊണ്ടിരുന്നത്. ഇത്ര ആൾക്കാരെ അതിനകത്ത് മാക്സിമം ചേർക്കാൻ പറ്റത്തുള്ളായിരുന്നു. അവർ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഓരോ ഗ്രൂപ്പുകളിൽ പോയി ചേരും. എന്നിട്ട് അവര് തീരുമാനം എടുത്ത് വോട്ട് ചെയ്യുന്നവരുണ്ട്. വോട്ട് ചെയ്ത് ആരെ പുറത്താക്കണം തീരുമാനിക്കുന്നവരുണ്ട്. അതെല്ലാം PR വർക്കായിട്ടാണ് ഈ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ഇന്ന ആളെ നമുക്ക് പുറത്താക്കണം, അല്ലെ ഇന്ന ആളെ ഇന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യുന്നവരുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആരിപ്പോ അങ്ങനൊന്നും ഞങ്ങൾ വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാലും വോട്ടിംഗ് ഒക്കെ അത് അതിൻ്റെതായ രീതിയിൽ നടക്കും. പിന്നെ ജിഷിൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ പൊട്ടിച്ചു കളയും എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറുവശം PR വർക്കേഴ്സ് ഉണ്ട്. PR ഇല്ലെന്ന് ആരും പറയണ്ട, എല്ലാവർക്കും PR ഉണ്ട്. ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. കഴിഞ്ഞ സീസണിൽ
എല്ലാവരും ജിൻഡോയെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജിൻഡോയെ ജയിപ്പിച്ചത് തന്നെ ഗതികെട്ടാണ് ജിൻഡോ ജയിച്ചത്. എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് മറ്റുള്ളവരെ അവിടെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്. എന്ന് വെച്ചാൽ തീയാകും തീയാകും എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളി തീപ്പെട്ടി പോലും ആയില്ല. ഈ പറയുന്ന തീപ്പെട്ടി പോലും ആകാൻ പറ്റാത്ത ആളുടെ വാട്സപ്പ് ഗ്രൂപ്പ് 3-4 ദിവസം മുന്നേ, ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് 4 ദിവസം മുന്നേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടെന്ന് പറയുന്ന ഇവർക്കെല്ലാം പി ആറുകൾ ഉണ്ടായിരുന്നു. ഇവർ നല്ല പി ആർ കൊടുത്തിട്ടാണ് വെളിയിൽ നിന്ന് പോയത്. പക്ഷെ അകത്ത് പോയപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തീയാകും പുകയാകും എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആൾക്കാർ തീപ്പെട്ടി പോലും ആകാൻ പറ്റിയിട്ടില്ല. അതാണ് സത്യം. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. എന്തുകൊണ്ടാണ് ജിൻഡോയ്ക്ക് അവിടെ പി ആർ ഉണ്ടെന്ന് പറഞ്ഞ് ജിൻഡോയുടെ പി ആർ എടുത്തവരാണ് ജിൻഡോയെ ജയിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ ജിൻഡോയ്ക്ക് പി ആർ ഉണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. ജിൻഡോയ്ക്കെന്നല്ല, എല്ലാ കണ്ടസ്റ്റൻസിനും ഇനി വരുന്ന സീസണുകളിൽ ഇത് തന്നെ ആയിരിക്കും. പി ആർ ഉണ്ടാവും. പക്ഷെ പി ആറിനെ കൊണ്ടൊന്നും ഒരാളെ ജയിപ്പിക്കാനോ ഒരാളെ തോപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല. മാക്സിമം എവിക്ഷനിൽ ഔട്ടാക്കാം. അത് വോട്ടിംഗ് എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് വോട്ട് ചെയ്യുന്നതുകൊണ്ട് മാക്സിമം എവിക്ഷനിൽ ഓരോരുത്തർ ഇഷ്ടമില്ലാത്തവരെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് ഔട്ടാക്കാൻ പറ്റും. ഓക്കെ. പക്ഷെ ഫൈനലിലൊക്കെ വന്നു കഴിയുമ്പോൾ, ടോപ്പ് 5 ഒക്കെ വന്നു കഴിയുമ്പോൾ ഇവരുടെ കളി ഒന്നും നടക്കത്തില്ല. എന്താന്ന് വെച്ചാൽ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ വോട്ടുകളാണ് എപ്പോഴും വിജയത്തെ സ്വാധീനിക്കുന്നത്. അത് നമുക്ക് പല അനുഭവങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. കഴിഞ്ഞ സീസൺ ഞാൻ പറഞ്ഞില്ല, ജിൻഡോ ഇപ്പൊ യോഗ്യനാണോ അയോഗ്യനാണോ എന്നുള്ളതല്ല. ജിൻഡോ ബിഗ് ബോസ് ഹൗസിനകത്ത് കളിച്ച ഒരു ഗെയിം, ആ ഗെയിമിന്റെ ബേസിലാണ് അവിടെ ജിൻഡോ ജയിച്ചത്. അവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഈ വേറെ പല കാര്യങ്ങളിൽ മുഴുകിയപ്പോൾ ജിൻഡോ ഗെയിമേ എന്ന് മാത്രം കളിച്ചത് കൊണ്ടാണ് അവിടെ ജിൻഡോ ജയിച്ചത്. ഞാൻ ജിൻഡോ ആണെങ്കിൽ വെളിയിൽ എന്തുവാണെന്നൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് ഹൗസിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. വെളിയിൽ വരുമ്പോൾ ജിൻഡോ ചിലപ്പം വെറും മോശക്കാരനായിരിക്കും. പക്ഷെ ഹൗസിനകത്ത് ആ സമയത്ത് പ്രേക്ഷകരാണെങ്കിലും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പുള്ളി ജയിച്ചത്. ഓക്കെ. ഇപ്പോഴും ആ വിജയം അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നത് ജിൻഡോ വലിയ പുണ്യാളനാണെന്നോ അല്ലെങ്കിൽ ജിൻഡോയുടെ പി ആർ എടുത്തിട്ടോ ഒന്നുമല്ല ഞാനും പറയുന്നത്. പക്ഷെ ഞാൻ ആ ഗെയിം കണ്ടതുകൊണ്ടാണ്. അവിടെ അത്രയും കളിച്ചവരിൽ മോശമില്ലാത്ത രീതിയിൽ ഗെയിം കളിച്ച് മുന്നിൽ വന്ന ആളാണ് ജിൻഡോ. ഞാൻ പറഞ്ഞല്ലോ, വെളിയിൽ പല കേസുകെട്ടുകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ വെളിയിലെ കാര്യങ്ങൾ. അതെടുത്ത് നമ്മളും റിയാക്ട് ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യവും റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബിഗ് ബോസ് ഹൗസിനകത്തൊരു ബിഗ് ബോസ് കപ്പ് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നതെല്ലാം ഓശാന പാടാനൊന്നും നമ്മളെ ആരെയും കിട്ടത്തില്ല. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഈ ജിഷിൻ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, അത് കുറച്ച് പേര് എടുത്തു വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഈ അനുമോൾക്കെതിരെയാണ്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന പ്രവീണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വെളിയിൽ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രവീൺ എന്താണ് പറഞ്ഞത്? നമ്മളെല്ലാവരും അത് പച്ചയ്ക്ക് കേട്ടതാണ്. അവിടെ പറഞ്ഞത് എന്താണ്? അനുമോള് പറഞ്ഞതിൽ കാര്യമുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അനുമോള് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയല്ലേ സംസാരിച്ചത്. ജിസേലിനെയും ആര്യനെയും കുറിച്ചും എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം നേരം വെളുത്തപ്പം പ്രവീൺ നേരെ ഉൾട്ടാ ചാടി. എന്തുകൊണ്ടാണ് ഉൾട്ടാ ചാടിയിട്ട് എന്താ പറഞ്ഞ്? അനുമോളെയാണ് അവിടെ നെഗറ്റീവ് ആക്കിയത്. അപ്പൊ ജിഷിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? വെളിയിൽ വരുന്നു, ജിഷിൻ സംസാരിക്കുന്നു, ഞാൻ ഇപ്പൊ എടുത്തിട്ട് അങ്ങ് പൊട്ടിച്ചുകളയും, ട്രാൻസിസ്റ്റർ ബോംബുണ്ട്, മലപ്പുറം കത്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നാളെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജിഷിൻ വന്ന് ഇതൊക്കെ തുറന്നു പറയുമെന്ന്? പറയത്തില്ല. പ്രവീൺ മലക്കം പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ജിഷിനും മലക്കം മറിയും. ജിഷിനും ഒന്നും മിണ്ടത്തില്ല. ജിഷിന്റെ കളി ഇവിടെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയാമല്ലോ, ജിഷിന്റെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. നെഗറ്റീവായിട്ടല്ല ഇറങ്ങിയത്. പക്ഷെ എല്ലാവരും അങ്ങ് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഫാൻസ് ആയിപ്പോയി എന്നൊക്കെ ഉള്ള ഒരു തോന്നല് ആ ജിഷിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ തോന്നല് മാത്രമാണ്. ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് ജിഷിന്റെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജിഷിൻ അവിടെ വന്നിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഫുഡിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നു. എന്നിട്ട് അവിടെ കുറച്ച് പേര് സംസാരിക്കുന്നു, അവരുടെ കൂട്ടത്തിൽ പോയി ചുമ്മാ ബഹളം വെക്കുന്നു. ആ ബഹളത്തിന്റെ മേളിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ കടന്ന് കണ്ടന്റ് ഉണ്ടാക്കിയ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കി അവിടെ ഒരു കണ്ടന്റ് പ്രതിഫലിപ്പിക്കാനോ ഒന്നും ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ. അപ്പൊ എന്റെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ ജിഷിനെ കുറിച്ച്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടവരുണ്ട്. ഞാൻ പറയാം, നെഗറ്റീവായിട്ടല്ല ഇറങ്ങിയത്. ഓക്കെ. നോർമൽ ഒരു പോസിറ്റീവായിട്ട് തന്നെ ഇറങ്ങിയേക്കുന്നത്. പക്ഷെ ഇപ്പൊ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഇപ്പൊ അങ്ങോട്ട് നെഗറ്റീവ് ആകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു കാണും, എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ആ ഒരു സീന്. അവിടെ വീഡിയോഗ്രാഫർമാരെല്ലാം അവിടെ നിപ്പുണ്ട്. ഓക്കെ. അപ്പൊ ഒരേ യൂണിഫോം ഇട്ട കുറച്ച് പേര് നിപ്പുണ്ട്, ക്യാമറയൊക്കെ പിടിച്ചോണ്ട്. അത് എന്തിനാന്ന് അത് എവിടുന്ന വന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇനി അത് ക്യാമറാമാന്മാരായിരിക്കാം. എനിക്ക് തോന്നുന്നു ക്യാമറാമാന്മാരുടെ ഇനി യൂണിഫോം വല്ലതും ആണോ എനിക്ക് അറിയത്തില്ല. പക്ഷെ വണ്ടി കയറി നിന്നിട്ട് കൈയൊക്കെ പൊക്കി ടാറ്റ ഒക്കെ കാണിച്ച് ഒരുപാട് ജനങ്ങൾ കൂടി. നമ്മൾ റോബിനും ജയ്സാറും ഒക്കെ വന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ കൂടി നിന്നിരുന്നു. നമുക്കെല്ലാം ശ്രദ്ധിച്ചു കാണും. അപ്പൊ അവർക്ക് വണ്ടിയുടെ മേളിൽ കയറി നിന്നിട്ട് റോബിനും ജയ്സാറൊക്കെ കൈ പൊക്കുകയും ഒക്കെ ചെയ്ത് ടാറ്റ കാണിക്കുകയും ആഹ്ലാദം പങ്കിടുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഈ ക്യാമറാമാന്മാരുടെ മുന്നിൽ എന്തിനാണ് ഈ കൈ പൊക്കി വലിയ സംഭവമായി പോയെന്നുള്ള രീതിയിൽ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവിടെ കണ്ടത് മൊത്തം ക്യാമറാമാന്മാരെയാണ്. അല്ലാതെ ആരാധകർ എന്ന് പറഞ്ഞ ആരും ഞാൻ കണ്ടില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ.
എന്നിട്ട് അതിന് തള്ളുന്ന തള്ളു കേട്ട് കഴിഞ്ഞാലോ, ഈ പറയുന്ന 50 ദിവസവും ഞാൻ അവിടെ നിന്നു, ഞാൻ വലിയൊരു ഗെയിമർ ആയിട്ടാണ് വെളിയിൽ വന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. വീട്ടിനകത്തും എനിക്ക് എന്തോ സംഭവമാണ് ഞാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് വെളിയിലും കാണിക്കുന്നത്. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നെഗറ്റീവായിട്ടല്ല ഇറങ്ങിയത്, വെളിയിൽ വന്നു കഴിയുമ്പോൾ നെഗറ്റീവായി തുടങ്ങിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ഞാൻ അറിയുന്നത് വെച്ചിട്ട് ആദില നൂറ, ഈ ആദില നൂറയ്ക്ക് വേണ്ടി ആ വീട്ടിലേക്ക് വരുന്നത് ദിയാസനയും ജാസ്മീനുമാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. ജാസ്മീനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ, നമ്മുടെ റോബിന്റെ സീസണിലെ റോബിൻ പുറത്തു പോകാൻ കാരണക്കാരിയായ ഒരാളാണ്. ആദില നൂറയെ സപ്പോർട്ട് ചെയ്യാൻ ഈ ജാസ്മീൻ വന്നാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒന്നാമതേ ദിയാസന വരുന്നത് തന്നെ പൊക്ക നെഗറ്റീവായിട്ടാണ് ജനങ്ങൾ വെളിയിൽ കാണുന്നത്. അപ്പൊ ഈ ജാസ്മീനും കൂടെ വന്നാൽ അവിടെ ആരാണ് നെഗറ്റീവ് ആകുന്നത്? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നൂറ വരെ നെഗറ്റീവ് ആയി പോകും. ഇനി അവര് അകത്ത് വന്നിട്ട് ഇനി എന്താണ് സംസാരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ റിയാസ് വന്നിട്ട് അവിടെ പോസിറ്റീവായിട്ട് നിന്ന ആദിലെ നൂറയെ പക്ക നെഗറ്റീവ് ആക്കിയിട്ടാണ് വെളിയിൽ പോയത്. ഈ പറയുന്ന ജാസ്മീനും ദിയാസനയും കൂടെ ഒരുമിച്ച് വന്നാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് തന്നെ പുറത്തു പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദിലയും നൂറയും ഇങ്ങനെ പോയാൽ എന്ത് ഗെയിം കളിച്ചെന്ന് പറഞ്ഞാലും വെളിയിലേക്ക് ഉടനെ ടിക്കറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഈ റോബിന്റെ സീസണിൽ ജാസ്മിൻ ചെയ്ത ഓരോ പ്രവൃത്തികളും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും ഉണ്ട്, പല കണ്ടസ്റ്റൻസിന്റെയും ഫാൻസുകാരുമാണ്. പക്ഷെ അവർക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് റോബിനോട് ജാസ്മിൻ ചെയ്തത്, അതുപോലെ റിയാസ് ചെയ്തതും. അത് റിയാസിന് ഇപ്പോഴും എഫക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു നെഗറ്റീവ്. അതിനേക്കാൾ നെഗറ്റീവാണ് ജാസ്മിൻ എന്ന് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അപ്പൊ അങ്ങനെ ഒരാൾ ഈ പറഞ്ഞ ആദിലയും നൂറയും സപ്പോർട്ട് ചെയ്യാൻ വന്നാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അതെന്തോ ഇവർക്ക് നെഗറ്റീവായിട്ട് തന്നെ വരുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് അക്ബർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അവരോട്, നിങ്ങൾക്ക് വേണ്ടി ദിയാസനെ ആയിരിക്കുമല്ലോ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്ന ആദിലയെ. പക്ഷെ ആദിലയ്ക്ക് അത് ഭയങ്കര വിഷമമായി, കരയൊക്കെ ചെയ്തു. ഈ അക്ബർ പറയുമ്പോൾ എല്ലാം തമാശയാണ്. എന്നുവെച്ചാൽ അക്ബർ പാട്ടുണ്ടാക്കും, മറ്റുള്ളവരെ കുറിച്ച് കോമഡി പാട്ടുണ്ടാക്കും, ലാലേട്ടന്റെ മുന്നിൽ വെച്ച് കോമഡി പാട്ട് പാടും, ലാലേട്ടനും ചിരിക്കും. അങ്ങനെ അങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ഇവൻ എന്തും പറയാം കോമഡിയിലൂടെ. ഇവൻ പറഞ്ഞെല്ലാം കോമഡിയാ, കോമഡി പാട്ടിലൂടെ. എന്ന് വെച്ചാൽ ഓരോരുത്തരെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ കോമഡി പാട്ട് ഉണ്ടാക്കുക. ഈ ബിന്നിയുടെ കാര്യത്തിൽ തന്നെ ബിന്നി കുത്തിത്തിരിപ്പാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് പബ്ലിക്കിലേക്ക് ശരിക്കും വിട്ടുകൊടുത്തത് ഈ പറയുന്ന അക്ബറിന്റെ പാട്ട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും അക്ബർ ചെയ്യുമ്പോൾ അക്ബർ ശരിക്കും ആൾക്കാരെ കുത്തി തന്നെയാണ് ചെയ്യുന്നത്. ആദിലയടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് വേറെ ആരും ഇല്ല വരാൻ, പുച്ഛത്തോടാണ് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് വേറെ ആരും വരൂല്ല, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കുറച്ചു പേരെ വരത്തുള്ളൂ, അതുകൊണ്ട് നീ ഒന്നും അല്ല എന്നുള്ള രീതിയിൽ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടൻ വന്ന് ഇതൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയാം, ലാലേട്ടാ ഞാനൊരു കോമഡി പറഞ്ഞതല്ലേ, ഞാനൊരു കോമഡി കാരണം ഞാൻ അങ്ങനെ മനസ്സിൽ വെച്ചോണ്ടല്ലോ പറഞ്ഞു പറയുമ്പോൾ ലാലേട്ടൻ പറയും, ആ മനസ്സിൽ വെച്ചോണ്ടല്ല എന്ന് ലാലേട്ടനും വേണമെങ്കിൽ അങ്ങ് പറഞ്ഞങ്ങ് ആ വിഷയം അങ്ങ് വിടും. ഈ ആദിലെ പോലുള്ളവര് നമുക്കറിയാം, അവര് വീട് വിട്ട് ആദിലയും നൂറയും എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, മൊത്തത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിലും എല്ലാവരും കൂടുതൽ പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. അത് ഏത് രീതിയിലും ആയിക്കോട്ടെ. ഞാനാണെങ്കിലും ചിലപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യാതിരിക്കാം. ഇതൊക്കെ നമ്മുടെ കാര്യമാണ്. പക്ഷെ നമ്മൾ അത് പറഞ്ഞിട്ട് അവരെ ഇപ്പൊ അവരുടെ ഫാമിലി വരത്തില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവർ രണ്ടുപേരുടെയും ഫാമിലി വരത്തില്ല എന്നുള്ളത്. പക്ഷെ അതിനെ കുത്തി സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അക്ബർ ഈ പറയുന്നത് കേട്ടപ്പോൾ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ കമന്റ് ചെയ്യണം. അതുപോലെ ഇന്നത്തെ ടാസ്ക് ഈ ഒരു സീസണിലും കാണാത്തത് പോലെയാണ് ഫാമിലി വരുമ്പോഴത്തേക്ക് ടാസ്ക് കൊടുക്കുന്നത്. ഇത് ഫസ്റ്റ് ഇത് തന്നെ ആയതുകൊണ്ട് അനീഷിന്റെ ഒക്കെ ടാസ്ക്, അനീഷിന് കൊടുത്ത ടാസ്ക് ഷാനവാസിന് കൊടുത്ത ടാസ്കും, ഷാനവാസ് ആ ടാസ്ക് ചെയ്തിട്ട് ഫാമിലിയിൽ കാണാൻ പോയി. പക്ഷെ അനീഷ് ആ ടാസ്ക് ചെയ്തപ്പോൾ രണ്ടാമത് വന്നപ്പോഴത്തേക്ക് അനീഷിന്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ അനീഷ് ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി. വിഷമിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി എനിക്ക് എന്റെ ഫാമിലിയെ കാണാൻ പറ്റില്ലേ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്ന് ആളാകെ തകർന്നു, മെന്റലി തകർന്നു പോയൊരു അവസ്ഥയായിരുന്നു. പക്ഷെ അത് കുറച്ച് കഠിനമായി പോയെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യം മുതലേ ഈ പറഞ്ഞു വരുന്നത്, പലരെയും മാനസികമായി തളർത്താൻ ശ്രമിക്കുന്നു എന്നെനിക്ക് സംശയമുണ്ട് ബീബി തന്നെ. അതുപോലെ തന്നെയാണ് ഈ അനുമോളുടെ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ജിഷിൻ ആയിക്കോട്ടെ, പ്രവീൺ ആയിക്കോട്ടെ, ഇവരെ വരുന്നവരെല്ലാം അറ്റാക്ക് ചെയ്യുന്നത് നേരെ ആരിലേക്കാണ്? ഈ പറയുന്ന അനുമോളിലേക്കാണ്. എന്താണ് ഇവർക്കും അനുമോൾക്കും തമ്മിലുള്ള വിഷയം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എനിക്കൊന്ന് പ്രൊഫഷണലായിട്ട് ഇവർക്ക് എന്തെങ്കിലും വിഷയം ഈ അനുമോളോട് ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ സംശയം തോന്നുന്നു. എന്ന് വെച്ചാൽ വരുന്നവർ കൂടുതലും അനുമോൾക്കെതിരെയാണ് പറയുന്നത്. അനുമോൾ ഒരു ബി മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ കരച്ചിലുണ്ടായിരുന്നു ആദ്യമൊക്കെ, അത് കുറച്ച് നെഗറ്റീവായി എന്ന് പറഞ്ഞാലും ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ അത് സത്യമാണെന്ന് നമുക്ക് പറയേണ്ട ഒരു അവസ്ഥ പലർക്കും വന്നു. ഈ ബിക്ക് പോലും അതൊക്കെ ക്യാമറയിൽ എടുത്ത് കാണിക്കേണ്ട അവസ്ഥ വരെ വന്നു ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ. അപ്പൊ ഞാൻ ആ വിഷയത്തെ കുറിച്ചൊന്നും പ്രത്യേകം സംസാരിക്കുന്നില്ല, നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. അപ്പം ഈ വരുന്നവരെല്ലാം ഈ എന്തുകൊണ്ട് ഈ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു? ഈ അനുമോൾക്ക് മാത്രമേ PR ഉള്ളൂ?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോയ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും പി ആർ ഉണ്ട്. സാബുമോൻ അവിടെ നിൽക്കുന്നല്ലോ. സാബുമോൻ ഏത് പി ആറിന്റെ ബലത്തിലാണ് ഈ നിൽക്കുന്നത്? സാബുമോൻ നിൽക്കുന്നത്, സാബുമോന് അത്യാവശ്യം പി ആർ ഒക്കെ ഉണ്ട്, അത്യാവശ്യം പി ആർ ഉണ്ട്. പിന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ വോട്ടുകൾ മറിയും. എന്നുവെച്ചാൽ ഈ എലിമിനേഷനിൽ വരാത്തവരുടെ വോട്ടുകൾ മറിയും. അങ്ങനെ മറിയുമ്പോൾ ആ ഭാഗ്യത്തിന് മേൽ നിന്നു പോകുന്നതാണ് ഈ സാബുമോൻ. മറ്റുള്ളവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫാൻസുകാർ മറിച്ച് വോട്ട് കൊടുക്കും. അപ്പൊ ആ സാബുമോനായിരിക്കും കൂടുതൽ വോട്ട് കൊടുക്കുന്നത്, ചിലപ്പോൾ ലക്ഷ്മിക്കായിരിക്കും വോട്ട് കൊടുക്കുന്നത്. അങ്ങനെയുള്ളവർ അവിടെ നിൽക്കും, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അവിടുന്ന് പോകും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നല്ല കണ്ടസ്റ്റൻസ് ആണ് വെളിയിൽ പോകുന്നത്. പക്ഷെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വോട്ടിങ്ങിലൂടെ ആണല്ലോ ഈ വെളിയിൽ പോകുന്നത്. വോട്ടിംഗ് എങ്ങനെ നടക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അതിൽ അങ്ങനെ പറയുവാണെങ്കിൽ സാബുമോൻ ആയിരിക്കുമല്ലോ ഏറ്റവും വലിയ പി ആർ ഉള്ളത്. സാബുമോൻ ഇപ്പൊ 4 ആഴ്ചയായിട്ട് അവിടെ നിൽക്കുന്നല്ലോ. ഇത് 3 ആഴ്ചയായി, 3 ആഴ്ചയോളം അവിടെ നിൽക്കുന്നല്ലോ. ജിഷിൻ പോയ സമയത്ത് സാബുമോൻ അവിടെ നിൽപ്പുണ്ട് എന്നുള്ളതാണ്. അവിടെ അത്യാവശ്യം എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പി ആർ ഉണ്ട്. അല്ലെങ്കിൽ ഷാനവാസിന് മാത്രമേ പി ആർ ഉള്ളൂ, ഈ പറഞ്ഞ അനുമോൾക്ക് മാത്രമേ പി ആർ ഉള്ളൂ, അനുമോളും ഷാനവാസും മാത്രമേ പി ആർ കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആരെയും മെനുക്കാനൊന്നും വന്നതല്ല. പക്ഷെ ഒന്നോ രണ്ടോ പേരെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്കത് പറയേണ്ടി വരുന്നതാണ്. അവിടെ ഒനിയിൽ നിൽക്കുന്നല്ലോ, ആര് പി ആർ ഉണ്ടായിട്ടല്ലേ നിൽക്കുന്നത്? അതിന് ഒനിയിൽ എന്ത് ഗെയിം കളിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്? ഇതൊന്ന് പറഞ്ഞു തരാമോ? ഒനിയിൽ എന്ത് ഗെയിം കളിച്ചിട്ടാണ് നിൽക്കുന്നത്? ജിസേല് 4 ആഴ്ചയായിട്ട് ഗെയിമേ ഇല്ലല്ലോ, 4 ആഴ്ചയായിട്ട് ഗെയിമിലേക്കേ വന്നിട്ടില്ലല്ലോ. ആര്യനും ജിസേലും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ഈ കുൽസിത ട്രാക്ക് പിടിക്കുന്നതല്ലാതെ എന്ത് ഗെയിമാണ്? ആര്യം പിന്നെയും അവിടെ ടാസ്ക് എങ്കിലും കളിക്കുന്നുണ്ട്. ജിസേൽ അവിടെ എന്താണ് കളിച്ചത്? അപ്പൊ ജിസേലിനായിരിക്കുമല്ലോ അന്യായ പി ആർ ഉള്ളത്. അപ്പം പി ആറുകൾ എന്ന് പറയുമ്പം എല്ലാവരും അത്യാവശ്യം പി ആർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആരും പുണ്യാളന്മാരൊന്നും അല്ല അകത്ത് പോയേക്കുന്ന, പുണ്യാളത്തികളും അല്ല പുണ്യാളന്മാരും അല്ല. അപ്പം ഒരാളെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് ഇന്നാൾക്ക് മാത്രമേ പി ആർ ഉള്ളൂ, പി ആർ ഉള്ളൂ എന്ന് പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിലെന്തോ ഗൂഢ ലക്ഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ പറയാനുണ്ട്. എന്തായാലും വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും. പോകെ പോകെ നമുക്ക് ചെയ്യാം, പോകെ പോകെ നമുക്കിത് ചെയ്യേണ്ടി വരും എന്തായാലും. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.